ഹായ് നമസ്കാരം. സഹപ്രവർത്തകയായ യുവതിയെ ബോധരഹിതയാക്കി കാറിനുള്ളിലിട്ട് പീഡിപ്പിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിലായി. ഹൈദരാബാദിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലെ സെയിൽസ് എക്സിക്യൂട്ടീവുമാരായ ശങ്കർ റെഡ്ഡി, ജനാർദ്ദനൻ റെഡ്ഡി എന്നിവരെയാണ് മിയാപൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളുടെ കമ്പനിയിൽ ജീവനക്കാരിയായ 26-കാരിയാണ് ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായത്. ജൂൺ 30 രാത്രിയിലായിരുന്നു സംഭവം. മിയാപൂരിലെ സ്വകാര്യ ഹോസ്റ്റലിൽ താമസിക്കുന്ന യുവതിയും സഹപ്രവർത്തകരായ പ്രതികളും സംഭവ ദിവസം ഒരുമിച്ച് യാത്ര പോയിരുന്നു. ജൂൺ 30 രാവിലെ ഹൈദരാബാദിൽ നിന്ന് യദാദ്രിയിലേക്കാണ് മൂവരും കാറിൽ യാത്ര തിരിച്ചത്. തുടർന്ന് തിരികെ വരുന്നതിനിടെയാണ് പ്രതികൾ യുവതിയെ മയക്കുമരുന്ന് കലർത്തിയ ശീതളപാനീയം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചത്. രാത്രി മണിക്കൂറോളം കാറിൽ വെച്ച് പ്രതികൾ യുവതിയെ പീഡനത്തിനിരയാക്കിയെന്നാണ് റിപ്പോർട്ട്. അവശനിലയിലായ യുവതിയെ പിറ്റേ ദിവസം പുലർച്ചെ 3 മണിയോടെ മിയാപൂരിലെ ഹോസ്റ്റലിന് സമീപം ഉപേക്ഷിച്ച് പ്രതികൾ കടന്നുകളയുകയും ചെയ്തു. മടക്കയാത്രയ്ക്കിടെ ആസൂത്രിതമായാണ് പ്രതികളായ രണ്ടുപേരും യുവതിയെ ആക്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. രാത്രി 10:30 നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിന് സമീപം പ്രതികൾ കാർ നിർത്തി ബ്രേക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞാണ് ഇരുവരും ഇവിടെ വാഹനം നിർത്തിയത്. തുടർന്ന് രണ്ടുപേരും യുവതിക്ക് ഭക്ഷണം നൽകി. എന്നാൽ ഭക്ഷണം വേണ്ടെന്നായിരുന്നു യുവതിയുടെ മറുപടി. ഇതോടെ ജനാർദ്ദനൻ റെഡ്ഡി ശീതളപാനീയവും മധുരപലഹാരവും നൽകി യുവതിക്ക്. പാനീയം കുടിച്ചതിന് ശേഷം യുവതിക്ക് തലകറക്കം അനുഭവപ്പെട്ടു. യാത്രക്കിടെ ഭക്ഷണമൊന്നും കഴിക്കാത്തതിനാലാണ് തലകറക്കം അനുഭവപ്പെട്ടതെന്നാണ് പരാതിക്കാരി ആദ്യം കരുതിയത്. ഇതിനിടയിൽ ജനാർദ്ദനൻ റെഡ്ഡി വീണ്ടും പലഹാരം നൽകി. ഇത് കഴിച്ചതോടെ യുവതി ബോധരഹിതയാവുകയായിരുന്നു. അബോധാവസ്ഥയിലായ യുവതിയുടെ വസ്ത്രങ്ങളെല്ലാം പ്രതികൾ അഴിച്ചുമാറ്റി. തുടർന്ന് ലൈംഗികമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. കാറിനുള്ളിൽ വെച്ച് മണിക്കൂറുകളോളം ഇരുവരും ചേർന്ന് യുവതിയെ പീഡിപ്പിച്ചെന്നാണ് പോലീസ് പറയുന്നത്. പുലർച്ചെയോടെ യുവതിയെ ഹോസ്റ്റലിന് സമീപം ഇറക്കിവിട്ട് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. ആദ്യം 0 FIR രജിസ്റ്റർ ചെയ്ത് പരാതിക്കാരി ഇപ്പോൾ സ്റ്റേഷനിൽ പരാതി നൽകിയതിനാലാണ് 0 FIR ഇവിടെ രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് കേസ് മിയാപൂർ പോലീസിന് കൈമാറും. 2 പ്രതികളെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു.